We can live in this world in different ways. ഈ ലോകത്തിൽ പല രീതിയിൽ നമുക്ക് ജീവിക്കാൻ കഴിയും. Even after becoming a child of God, you can live as the rest of the people living in this world. ഒരു ദൈവപൈതൽ ആയിത്തീർന്ന ശേഷവും ഈ ലോകത്തിലെ സാധാരണ ആളുകൾ ജീവിക്കുന്നത് പോലെ നമുക്ക് ജീവിക്കാൻ സാധിക്കും. That was what Paul accused the believers of the Corinthian church. അതാണ് കൊരിന്ത്യ സഭയിലെ വിശ്വാസികൾക്കെതിരെ പൗലോസ് ഉന്നയിച്ചൊരു ആരോപണം. They were coming to church, but they were living in lifestyle. They were just like people of the world. അവർ സഭയിൽ പങ്കെടുക്കുന്നവരായിരുന്നു, എന്നാൽ അവരുടെ ജീവിതശൈലി ഈ ലോകത്തിലെ സാധാരണ മനുഷ്യരെ പോലെയായിരുന്നു. We can live in the flesh. നമുക്ക് ജഡത്തിൽ ജീവിക്കാൻ കഴിയും. We can be led by the sensory world, sensory knowledge. ഈ പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ടുള്ള അറിവിനാൽ നയിക്കപ്പെടുന്ന ഒരു ജീവിതം നയിക്കാൻ കഴിയും. One thing we need to remember or remind ourselves is that we are not just flesh and bones. We are spirit beings created in the image and likeness of God. ഒരു പരമപ്രധാനമായ കാര്യം നാം മനസ്സിലാക്കിയിരിക്കേണ്ടത്, നാം ചുമ്മാ മാംസവും രക്തവും മാത്രമല്ല, സ്വർഗത്തിലെ ദൈവത്തിന്റെ സ്വന്തം സ്വരൂപത്തിലും ഛായയിലും സൃഷ്ടിച്ച ആത്മമനുഷ്യരാകുന്നു. Lift your right hand and shout this loud, I am a spirit. ചേർന്നുറക്കെ പറയാം, ഞാൻ ആത്മാവാകുന്നു, ഞാൻ ആത്മാവാകുന്നു, ഞാൻ ആത്മാവാകുന്നു, ഞാൻ ആത്മാവാകുന്നു. That is my identity, that is my essence. അതാണ് എൻ്റെ സ്വത്വം എന്നത്, അതാണ് എൻ്റെ വ്യക്തിത്വം, അതാണ് എൻ്റെ അന്തസത്ത. So when you lose this revelation, your foundation is gone. ഈ വെളിപ്പാട് നമുക്ക് നഷ്ടമായി കഴിഞ്ഞാൽ നമ്മുടെ അടിസ്ഥാനം മാറിപ്പോകും. You can live according to the information of this world, or you can live according to the revelation of the Spirit. ഒന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ലോകത്തിന്റെ അറിവിൻ പ്രകാരം ജീവിക്കാൻ കഴിയും, അല്ലെങ്കിൽ ദൈവവചനത്തിന്റെ വെളിപ്പാടിന് പ്രകാരം ജീവിക്കാൻ കഴിയും. If you live according to the information given by this world, no change will happen to your life ultimately. ഈ ലോകത്തിന്റെ അറിവിൻ പ്രകാരം നമ്മൾ ജീവിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരു മേഖലയിലും മാറ്റമുണ്ടാകാൻ പോകുന്നില്ല. But if you are led by this revelation of the Spirit, every day will be a new day. Every day you'll be growing. എന്നാൽ പരിശുദ്ധാത്മാവിന്റെ വെളിപ്പാടിലാണ് നാം ജീവിക്കുന്നതെങ്കിൽ ഓരോ ദിവസവും ഒരു പുതിയ ദിനമായിരിക്കും, ഓരോ ദിവസവും ഒരു പുതിയ വെളിപ്പാടായിരിക്കും. Fresh revelation, fresh manna will be added to your life on a daily basis. അനുദിനവും പുതിയ മന്ന, പുതിയ വെളിപ്പാട് കർത്താവ് നൽകിക്കൊണ്ടിരിക്കും. Can you say amen to that? എത്ര പേർ ആമേൻ ചേർന്ന് പറയും? I'm saying all these things as an appetizer, ഇതെല്ലാം ഒരു വിശപ്പ് വർദ്ധിപ്പിക്കാൻ വേണ്ടി ഞാൻ നിങ്ങൾക്ക് തരികയാണ്. so that you will crave for that kind of a life. കാരണം അതുപോലൊരു ജീവിതത്തിന് വേണ്ടി നിങ്ങൾ കൊതിക്കാൻ വേണ്ടിയാണ്. In the entire human history, the personality and life of Jesus is outstanding, because he never lived according to the flesh and bones. He lived according to the Spirit. ഇതാ ഈ ഭൂമിയിൽ കർത്താവ് യേശു ജീവിച്ചപ്പോൾ മുഴുവൻ ചരിത്രമെടുത്താൽ വളരെ വ്യത്യസ്തമായ വേറിട്ട് നിൽക്കുന്ന ഒരു ജീവിതമായിരുന്നു യേശുവിൻ്റെത്. Everybody say, I am a spirit. ചേർന്ന് പറയാം, ഞാൻ ആത്മാവാകുന്നു, ഞാൻ ആത്മാവാകുന്നു. Hallelujah. Hallelujah. That means you cannot be led by the flesh. അതിന്റെ അർത്ഥം ജഡത്താൽ എനിക്ക് നയിക്കപ്പെടാൻ സാധ്യമല്ല. That means you cannot be led by the five senses. അതിന്റെ അർത്ഥം ഈ പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ട് നയിക്കപ്പെടുന്ന ഒരു വ്യക്തിയായി നിങ്ങൾ മാറരുത്. Your spiritual antennas are up and you are receiving from above. ഇതാ നിങ്ങളുടെ ആത്മിക ആന്റിനകൾ ഉയർന്നിരിക്കുകയും നിങ്ങൾ ഉയരത്തിൽ നിന്ന് സ്വീകരിച്ചുകൊണ്ടിരിക്കുകയും വേണം. Every day I am receiving from my Father. ഇതാ എല്ലാ ദിവസവും എൻ്റെ സ്വർഗീയ പിതാവിൽ ഞാൻ സ്വീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. If you go through the four gospels, Jesus was always connecting himself to the Father. ഇതാ നിങ്ങൾ ഈ 4 സുവിശേഷങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ യേശു എപ്പോഴും പിതാവിനോട് കണക്ട് ചെയ്തിരുന്നു. Hallelujah. Hallelujah. And he used to say that frequently, I am from the Father. I and my Father are one. I receive from the Father. Whatever I speak, the Father is residing in me, and he is speaking through me. Everything was connected to his Father.
മാത്രമല്ല യേശുവിന്റെ സംഭാഷണങ്ങളിൽ നിരന്തരമായി ഞാൻ പിതാവിലാകുന്നു, പിതാവ് എന്നിലാകുന്നു, ഞങ്ങൾ രണ്ടുപേരും ഒന്നാകുന്നു, ഞാൻ സംസാരിക്കുന്നതൊക്കെയും പിതാവിൽ നിന്ന് സ്വീകരിച്ചിട്ടാകുന്നു. എപ്പോഴും പിതാവിനെ കണക്ട് ചെയ്തുകൊണ്ടാണ് യേശു ജനങ്ങളോട് സംസാരിച്ചത്. Are you receiving something? ചില കാര്യങ്ങൾ നിങ്ങൾ പിടിച്ചെടുക്കുന്നുണ്ടോ? Because this can really transform your life. കാരണം ഇപ്പോൾ പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിക്കുന്ന കാര്യങ്ങളാണ്. If you really require an upgrade in your spiritual life, receive this revelation. നിങ്ങളുടെ ജീവിതത്തിൽ യഥാർത്ഥമായ ഒരു സ്ഥാനക്കയറ്റം നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ ഈ വെളിപ്പാടിനെ നിങ്ങൾ ഇന്ന് സ്വന്തമാക്കണം. This is a totally different mode of life. ഇത് വളരെ വ്യത്യസ്തമായ ഒരു ജീവിത രീതി തന്നെയാണ്. If you are a spirit man, your food is different. നിങ്ങളൊരു ആത്മമനുഷ്യനാണെങ്കിൽ നിങ്ങളുടെ ഭക്ഷണം വളരെ വ്യത്യസ്തമാണ്. You will eat a different food. നിങ്ങൾ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമായ ഒരു ഭക്ഷണമായിരിക്കും കഴിക്കുക. You will not be fed by the garbage of this world. ഈ ലോകത്തിന്റെ അഴുക്ക് മാലിന്യങ്ങളല്ല നിങ്ങൾ ഭക്ഷിക്കാൻ പോകുന്നത്. If you're always switching the worldly channels from this channel to that channel or this YouTube channel to that YouTube channel, you're feeding yourself with the garbage of this world. നമ്മൾ ഈ ലോകത്തിൽ അനുസരിച്ച് ജീവിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഓരോ യൂട്യൂബ് ചാനലുകൾ മാറി 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 കാണുകയും അങ്ങനെയുള്ളൊരു വ്യക്തിയാണെങ്കിൽ നമ്മൾ ഫ്ലഷിനെ, നിങ്ങളുടെ ജഡത്തെ നിങ്ങൾ ഈ ലോകത്തെ കൊണ്ട് നിങ്ങൾ പോഷിപ്പിക്കുകയാണ്. But a spirit man receives pure spiritual food from the Father. എന്നാൽ ഒരു ആത്മമനുഷ്യൻ സ്വർഗീയ പിതാവിൽ നിന്ന് യഥാർത്ഥമായ ആത്മീക ഭക്ഷണം സ്വീകരിക്കുന്നു. Remember, Elijah's food was a special food that was not supplied by Swiggy or Zomato. It was coming directly from the Father, cooked in the heaven's oven and transported by a special angel. ഇതാ ഏലിയാവ് കഴിച്ച ഭക്ഷണം ഒരു സാധാരണ ഭക്ഷണമായിരുന്നില്ല. അത് സ്വിഗ്ഗിയിൽ നിന്നും സൊമാറ്റോയിൽ നിന്നും ഓർഡർ ചെയ്ത ഭക്ഷണമായിരുന്നില്ല. അത് സ്വർഗത്തിൽ ഒരുക്കപ്പെട്ട് ദൂതനാൽ അവൻ അയച്ചു കൊടുത്ത ദൈവം നൽകിയ ഒരു ഭക്ഷണമായിരുന്നു. But what was the speciality of that food? എന്നാൽ ആ ഒരു ഭക്ഷണത്തിന്റെ പ്രത്യേകത എന്തായിരുന്നു? He was a burnout and he was at the verge of suicide. He was fed up with his own life and he was threatened by a lady, Jezebel, and he was about to finish off everything. The special food came from heaven. ഇതാ തന്റെ ജീവിതത്തിന്റെ അന്തിമഘട്ടത്തിൽ അറ്റത്തെത്തിയിരുന്നു. ഇതാ ജെസബേൽ എന്ന് പറയുന്ന ഒരു സ്ത്രീയുടെ വാക്കിനാൽ ഭീഷണിയാൽ ഭയന്ന് അവൻ വളരെ തകർന്നിരുന്ന് തന്റെ ശുശ്രൂഷയിൽ താൻ വരണ്ടവനായിരുന്നു. എന്നാൽ ആ തക്ക സമയത്താണ് സ്വർഗീയ ഭക്ഷണം എത്തിച്ചേർന്നത്. Anybody going through that situation, if you're fed up with your life and ministry, if you are at the verge of depression, this is the time, the right time for God to give you special food from heaven. ഇതാ നിങ്ങൾ ഇവിടെ ഇരിക്കുന്ന ആരെങ്കിലും നിങ്ങളുടെ ജീവിതത്തിൽ, നിങ്ങളുടെ ശുശ്രൂഷയിൽ അതുപോലെ തന്നെ മടുത്തിരിക്കുന്നവരുണ്ടോ, അവശരായിരിക്കുന്നവരുണ്ടോ, ആ തക്ക സമയത്താണ് കർത്താവ് സ്വർഗത്തിൽ ഒരുക്കിയ വിശേഷ ഭക്ഷണം നിങ്ങൾക്ക് അവൻ അയച്ചു തരുന്നത്. If you are a spirit man, you have to feed yourself with special food. നിങ്ങൾ ഒരു ആത്മമനുഷ്യനാണെങ്കിൽ നിങ്ങൾ ഏറ്റവും വിശേഷപ്പെട്ട ഭക്ഷണം കൊടുക്കണം. 40 years the people of Israel never ate any worldly breakfast, any worldly lunch or dinner. All special meals were cooked by heaven and it was supplied timely. ഇതാ 40 വർഷങ്ങൾ ഇസ്രായേൽ മക്കൾ അവർ ഈ ലോകത്തിൽ ഒരു ഭക്ഷണവും കഴിച്ചില്ല. അവർക്ക് വിശേഷമായി സ്വർഗത്തിൽ നിന്ന് തയ്യാറാക്കപ്പെട്ട ബ്രേക്ക്ഫാസ്റ്റ് ആണ് എല്ലാ ദിവസവും അവർ കഴിച്ചത്. Hallelujah. Can I tell you something? You are a special baby of the heavenly dad. നിങ്ങളോട് പറയട്ടെ, സ്വർഗീയ പിതാവിന്റെ വളരെ വിശേഷപ്പെട്ട കുഞ്ഞുങ്ങളാണ് നിങ്ങൾ ഓരോരുത്തരും. And you have angels as your babysitters. മാത്രമല്ല നിങ്ങളെ പരിലാളിക്കുവാനായി ബേബി സിറ്റേഴ്സ് ആയിട്ട് ഏഞ്ചൽസിനെ കർത്താവ് അയച്ചിരിക്കുന്നു. Hallelujah. Hallelujah. You will be nurtured and you will be nursed by the angelic beings specially assigned for your life. ഇതാ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കർത്താവ് അയച്ചിരിക്കുന്ന പ്രത്യേകമായ വിശേഷപ്പെട്ട ദൂതന്മാരാൽ ആ ഓമനത്വത്തോടെ, പരിലാളനത്തോടെ, പരിപോഷണത്തോടെ അവർ നിങ്ങളെ വളർത്തും. If people have walked out of your life, there are some beings who will never
walk out of your life. ഇതാ ഒരുപക്ഷെ ആളുകൾ നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും നിങ്ങളെ ഇട്ടിട്ട് പോകാം, എന്നാൽ ചില കാര്യങ്ങൾ ദൈവം ആക്കി വെച്ചിരിക്കുന്നത് ഒരിക്കലും ഇട്ടിട്ട് പോവുകയില്ല. Your heavenly Father will never denounce you. ഒന്ന്, നിങ്ങളുടെ സ്വർഗീയ പിതാവ് ഒരു നാളും നിങ്ങളെ തള്ളി പറയുകയില്ല. Even if you slip into sins, he will say, no, that is my child. Even though there are some dirts over, I will cleanse that child. He is mine. ഇതാ നമ്മൾ ഒരുപക്ഷെ പാപത്തിലേക്ക് വഴുതിപ്പോയാലും അപ്പൻ പറയും, ഓ ഇല്ല, അവൻ അഴുക്കായിട്ടുണ്ടെങ്കിലും അവൻ എൻ്റെ കുഞ്ഞു തന്നെയാണ്, അവനെ ഞാൻ വീണ്ടെടുക്കും. Nobody will comprehend, understand the love of the Father. ആർക്കും ദൈവ പിതാവിന്റെ സ്നേഹത്തെ ഗ്രഹിക്കുവാൻ കഴിയുകയില്ല. I heard this story about John the Apostle. യോഹന്നാൻ അപ്പോസ്തലനെ കുറിച്ചുള്ള ഒരു കഥ ഞാൻ ഇങ്ങനെ കേട്ടതാ. He was very old, in his 90s. തന്റെ 90കളിൽ വാർദ്ധക്യം ചെന്നവനാണ്. And I think he was ministering in the Ephesian church. എഫേസ്യ സഭയിലെ ശുശ്രൂഷകനായിരിക്കുമ്പോൾ He was very old, he could not walk by himself. അദ്ദേഹം പ്രായം ചെന്ന് സ്വയമായി നടക്കുവാൻ കഴിയാത്ത. This is not in the Bible, this is in the history. ഇത് ബൈബിളിൽ എഴുതിയിരിക്കുന്ന കാര്യമല്ല, ചരിത്രത്തിലുള്ള കാര്യം. So in those days, people used to carry him, being seated in a chair, to the church on a Sunday. ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്, ആളുകൾ അവനെ വഹിച്ചുകൊണ്ട് ഒരു കസേരയിൽ ഇരുത്തി വഹിച്ചുകൊണ്ടാണ് ഞായർ ആരാധനകൾ കൊണ്ടുവന്നിരുന്നത്. And people used to carry him to the church, and he's very old and fragile, but slowly he would speak. ഇതാ അദ്ദേഹത്തെ ആളുകൾ എടുത്തുകൊണ്ടാണ് വന്നിരുന്നതെങ്കിലും താൻ വളരെ ശരീരത്തിൽ ക്ഷീണിതനായിരുന്നെങ്കിലും മെല്ലെ മെല്ലെ താൻ സംസാരിക്കുമായിരുന്നു. And in that chair he would be seated, and feebly he would say, little children, God is love. ഇതാ താൻ തന്റെ ആ വാർദ്ധക്യത്തിൽ തന്റെ മൃദുവായ ശബ്ദത്തിൽ, പതിഞ്ഞ ശബ്ദത്തിൽ, കുഞ്ഞുങ്ങളെ, ദൈവം സ്നേഹമാകുന്നു. Little children, do not love this world. കുഞ്ഞുങ്ങളെ, നിങ്ങൾ ഈ ലോകത്തെ സ്നേഹിക്കരുത്. Little children, you are victorious above the devil. ഇതാ കുഞ്ഞുങ്ങളെ, നിങ്ങൾ സാത്താനെ ജയിച്ചിരിക്കുന്നു. Because he was completely soaked in the love of the Father. കാരണം സ്വർഗീയ പിതാവിന്റെ സ്നേഹത്തിൽ കുതിർന്നിരിക്കുന്നവനായിരുന്നു യോഹന്നാൻ. What a life he had the privilege to lean against the bosom of Jesus when he was here on earth. യേശു ഭൂമിയിലായിരുന്നപ്പോൾ യേശുവിന്റെ മാറിൽ ചാരിക്കിടക്കുവാൻ എത്ര ഭാഗ്യം ചെയ്തു. And he had longevity. മാത്രമല്ല അദ്ദേഹത്തിന് വളരെ ദീർഘായുസ്സനുണ്ടായിരുന്നു. He wrote the epistle. I mean, he wrote the gospel according to John, which is known as the supreme gospel. Its level is superlative. ഇതാ തന്നിലൂടെ യോഹന്നാന്റെ സുവിശേഷം, അത് സുവിശേഷങ്ങളിൽ തന്നെ ഏറ്റവും പരമോന്നതമായ ഒരു അംഗീകാരത്തോടെ എടുത്തു നിൽക്കുന്ന ഒരു സുവിശേഷം. And he wrote 3 epistles, 3 ലേഖനങ്ങൾ അദ്ദേഹം, and then the book of Revelation. വെളിപ്പാട് പുസ്തകം എഴുതി. And he had the privilege of being taken to third heaven, and he, just like a movie, he saw everything that were to come. മാത്രമല്ല 3-ാം സ്വർഗത്തിലേക്ക് താൻ എടുക്കപ്പെടുകയും ഒരു സിനിമ കാണുന്നത് പോലെ അതുപോലെ വരാൻ പോകുന്ന കാര്യങ്ങൾ ഒരു ദൃശ്യമായി കർത്താവിനെ കാണിച്ചു. After 60 years he had the privilege of seeing the Son of God in his full glory. 60 വർഷങ്ങൾക്ക് ശേഷം ഇതാ മനുഷ്യപുത്രനെ ദൈവത്തിന്റെ പൂർണ്ണ മഹത്വത്തോടെ തേജസ്സോടെ കാണുവാൻ അവന് ഭാഗ്യം കിട്ടി. Hallelujah. ഹല്ലേലൂയ. So how many of you crave for, spiritual revelation and elevation in your spiritual life? നിങ്ങളുടെ ആത്മീക ജീവിതത്തിൽ ഒരു ആത്മീകമായ സ്ഥാനക്കയറ്റത്തിനായി, വെളിപ്പാടിനായി കൊതിക്കുന്ന എത്ര പേരുണ്ട്? Can I tell you something? All of us, we are called to be eagles of God. ഇതാ നമ്മളെല്ലാവരും ദൈവത്തിന്റെ കഴുകന്മാരാകാൻ വേണ്ടി വിളിക്കപ്പെട്ടവരാണ്. The level God the Father has set for you is not earthly or terrestrial, it is celestial.
ഇതാ കർത്താവ് നമുക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്ന തലം എന്നത് അത് ഭൗമിക തലമല്ല, ഈ ഭൂമിയുടെ ഏതെങ്കിലും താഴ്ന്ന തലമല്ല, ഏറ്റവും ഉയർന്ന സ്വർഗീയ തലങ്ങളെയാണ് കർത്താവ് നമുക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്നത്. Colossians chapter 3 verse number 1, 2 and 3. കൊലോസ്യ ലേഖനം 3-ാം അധ്യായം 1, 2, 3 വചനങ്ങൾ. Since then, you have been raised with Christ. Set your hearts on things above, where Christ is seated at the right hand of God. ആകയാൽ നിങ്ങൾ ക്രിസ്തുവിനോടുകൂടെ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നുവെങ്കിൽ ക്രിസ്തു ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നിടമായ ഉയരത്തിലുള്ളത് അന്വേഷിക്കുക. Paul doesn't say you will be raised with Christ, but he says you have been raised with Christ. പൗലോസ് നിങ്ങൾ ക്രിസ്തുവിനോടൊപ്പം ഉയർത്തെഴുന്നേൽക്കുമെന്നല്ല, ക്രിസ്തുവിനോടുകൂടെ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എന്നാണ് പറഞ്ഞത്. Your resurrection is over. നിങ്ങളുടെ ഉയർപ്പ് നടന്നു കഴിഞ്ഞു. In the spirit, your resurrection is over. ആത്മതലത്തിൽ നിങ്ങളുടെ പുനരുത്ഥാനം, ഉയർത്തെഴുന്നേൽപ്പ് നടന്നു കഴിഞ്ഞു. Can you just remind yourself of that moment you were born again? Do you remember? രക്ഷിക്കപ്പെട്ട ആ നിമിഷം എത്ര പേർക്ക് ഓർമ്മയുണ്ട്? How many years back or how many months back? എത്ര മാസങ്ങൾക്ക്, വർഷങ്ങൾക്ക് മുൻപായിരിക്കും? Do you know the miracle that happened that moment? ആ നിമിഷം സംഭവിച്ച അത്ഭുതം എന്താണെന്ന് നിങ്ങൾക്കറിയാമോ? The moment a person is born again, the creator of the entire universe came in the spirit into that spirit. നിങ്ങൾ യേശുവിനെ സ്വീകരിച്ച, രക്ഷിക്കപ്പെട്ട ആ നിമിഷം തന്നെ ഈ മുഴുവൻ പ്രപഞ്ചത്തെയും സൃഷ്ടിച്ച സൃഷ്ടാവായ ദൈവം, ആത്മാവായ ദൈവം നിങ്ങളുടെ ആത്മാവിലേക്ക് കടന്നു വന്നു. This is why in Hebrews chapter 2 and verse number 1 says you have received such a great salvation. അതുകൊണ്ടാണ് എബ്രായലേഖനം 2:1 പറയുന്നത് നിങ്ങൾ ഇത്ര വലിയൊരു രക്ഷ. The salvation moment was the breathing of the ruha into your sinner's spirit. ഇതാ പാപിയായിരുന്ന നമ്മുടെ ആത്മാവിലേക്ക് ദൈവത്തിന്റെ റൂഹയെ, ശ്വാസത്തെ ഊതിയ നിമിഷമായിരുന്നു ആ നിമിഷം. There was a time the heavenly dad kissed a child. ആ സമയമാണ് സ്വർഗീയ പിതാവ് തന്റെ പൈതലിനെ ഉമ്മ വെച്ച നിമിഷം. There was a time the assembling of the creator and the creation happened. അപ്പോഴാണ് സൃഷ്ടികർത്താവും സൃഷ്ടിയും തമ്മിൽ കണ്ടുമുട്ടിയ നിമിഷം. Such a great salvation. അത്രയും വലിയൊരു രക്ഷ. He did not send an angel so that you will be born again. നിങ്ങൾ വീണ്ടും ജനിക്കാനായി അവനൊരു ദൂതനെ അയച്ചില്ല. He breathed into your inner core. നിങ്ങളുടെ അകത്തേക്ക് അവന്റെ ശ്വാസം ഊതി. The life of God, the Zoe life, was transferred and transfused into your being. ഇതാ ദൈവത്തിന്റെ ശ്വാസം, ദൈവത്തിന്റെ സോയെ, ജീവൻ നിങ്ങളുടെ അകത്തേക്ക് അവൻ ഊതി തന്നു. In other words, the creator of the universe entered your spirit. മറ്റൊരു വാക്കിൽ പറഞ്ഞാൽ ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടികർത്താവ് നിങ്ങളുടെ ആത്മാവിലേക്ക് പ്രവേശിച്ചു. Not just life, but eternal, everlasting life entered into the core of your life. നിങ്ങളുടെ ജീവിതത്തിലേക്ക് ജീവൻ മാത്രമല്ല വന്നത്, ഇതാ നിത്യജീവൻ, നിത്യമായ ആത്മാവ് നിങ്ങളുടെ അകത്തേക്ക് പ്രവേശിച്ചു. And from that moment you are carrying the creator of the entire universe. ഇത് ആ നിമിഷം മുതൽ ഇന്ന് വരെ നിങ്ങൾ ആ മുഴുവൻ സൃഷ്ടികർത്താവിനെയും പ്രപഞ്ചത്തിന്റെ സൃഷ്ടികർത്താവിനെ അകത്ത് വഹിച്ചുകൊണ്ടാണ്. There was a one moment you received the license to call him Abba, Father. ആ ഒരു നിമിഷമാണ് ദൈവത്തെ ആബാ പിതാവേ എന്ന് വിളിക്കാനുള്ള അനുവാദം. There was the one moment the Abba Father looked into your being and called you
my son, my daughter. ആ നിമിഷത്തിലാണ് ആ പിതാവ് നിങ്ങളെ നോക്കി എൻ്റെ മകനെ, എൻ്റെ മകളെ എന്ന് വിളിച്ചത്. That was the greatest privilege and honor we had in our whole lifetime. നമ്മുടെ മുഴുവൻ ജീവിതകാലത്തിലെ ഏറ്റവും മഹത്തായ പദവിയും സ്ഥാനവും അത് മാത്രമാണ്. It is a greater privilege than becoming a president or a premier or a prime minister of a country. ഇത് ഏതെങ്കിലും രാഷ്ട്രത്തിന്റെ ഒരു പ്രധാനമന്ത്രിയോ ഒരു പ്രസിഡന്റോ ആകുന്നതിനേക്കാൾ സമുന്നതമായ ഒരു പദവി അത്രയത്. Becoming a child of the living God is the greatest privilege one person can have on planet Earth. ഇത് ജീവനുള്ള ദൈവത്തിന്റെ ഒരു പൈതലായി മാറുക എന്നതാണ് ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ലഭിക്കാവുന്ന ഏറ്റവും വലിയ പദവി. This revelation will set you free. This revelation will make you important in life. ഈ വെളിപ്പാട് നിങ്ങൾ പ്രാപിച്ചാൽ ഇത് നിങ്ങൾക്ക് സ്വാതന്ത്ര്യം വരുത്തും. നിങ്ങൾ വിലയേറിയവരാണ് നിങ്ങൾ തിരിച്ചറിയും. When you have this knowledge, Philippians chapter 3, Paul says, everything else I count as dung or garbage. The real Greek word is human excreta. ഇതാ ഫിലിപ്പ് ലേഖനം 3-ാം അധ്യായത്തിൽ പൗലോസ് പറയുകയാണ്, ഈ വെളിപ്പാട് പ്രാപിച്ചൊരു വ്യക്തി ഈ ലോകത്തിലെ ബാക്കി എല്ലാ കാര്യങ്ങളെയും ചപ്പെന്നും ചവറെന്നും, യഥാർത്ഥമായ ഗ്രീക്ക് പരിഭാഷ എടുത്താൽ മനുഷ്യ വിസർജ്യം എന്ന് വേണേൽ പറയാം, അതുപോലെയായി എണ്ണാൻ പഠിക്കും. What a privilege we have received to become the sons and daughters of the living God. ജീവനുള്ള ദൈവത്തിന്റെ പുത്രന്മാരും പുത്രിമാരുമാകുവാൻ എത്ര വലിയ പദവിയാണ് പിതാവ് നമുക്ക് നൽകിയിരിക്കുന്നത്. This is why in Luke chapter 10 verse number 18 onwards Jesus said, do not rejoice because the demons are subject to you, but because your names are written in the book of life in heaven. അതുകൊണ്ടാണ് ലൂക്കോസ് 10:18 യേശു അവരോട് പറഞ്ഞത്, ഇതാ ഭൂതങ്ങൾ നിങ്ങൾക്ക് കീഴടങ്ങുന്നതിലല്ല, നിങ്ങളുടെ പേര് ജീവപുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത് കൊണ്ട് സന്തോഷിച്ച് ഉല്ലസിക്കുവേ. That was the time you received the citizenship of heaven. ആ സമയത്താണ് സ്വർഗ്ഗത്തിന്റെ പൗരത്വം നിങ്ങൾ സ്വീകരിച്ച നിമിഷം. People send me messages celebrating when they receive some citizenship in some other country in UK or US. But a greater privilege we have received is to be the citizens of heaven, the unshakable kingdom. ഇതാ ആളുകൾക്ക് ഓരോ രാജ്യങ്ങളിലെയും പൗരത്വം ലഭിക്കുമ്പോൾ സന്തോഷത്തോടെ അവർ പ്രൈസ് റിപ്പോർട്ടായിട്ട് വാട്സപ്പിൽ അയച്ചു തരാറുണ്ട്. എന്നാൽ സ്വർഗീയ പൗരന്മാരെ തീരുവാൻ എത്ര വലിയ ഭാഗ്യമാണ് ഇവിടെ ഇരിക്കുന്ന ഓരോ ദൈവമക്കൾക്കും ആ സ്വർഗീയ പിതാവ് നൽകിയത്. The devil deceives people, showing this thing and that thing, the trifles of this world, and making them easily forgetting the greatest privileges and status God has given us. ഇതാ പലപ്പോഴും ഈ ലോകത്തിലെ കൊച്ചു കൊച്ചു കാര്യങ്ങളെയൊക്കെ കാണിച്ച് മോഹിപ്പിച്ച് പിശാച് നമ്മളെയൊക്കെ വഞ്ചിക്കാറുണ്ട്. എന്നാൽ സ്വർഗീയ പിതാവ് ഓൾറെഡി നമുക്ക് തന്നിരിക്കുന്ന വലിയ പദവികൾ, വലിയ സ്ഥാനങ്ങൾ, വലിയ യോഗ്യതകൾ എത്ര മഹത്തായതാണ്, ഉയർന്നതാണ്. Before killing you, the devil will blindfold you. ഇതാ നിങ്ങളെ കൊല്ലുന്നതിന് മുമ്പ് പിശാച് ആദ്യം ചെയ്യുന്നത് നമ്മുടെ കണ്ണ് കെട്ടും. That's what he did with Samson. അതാണ് ശിംശോനോട് പിശാച് ചെയ്തത്. First he was made blind. ആദ്യം അവനെ അന്ധനാക്കി മാറ്റി. Always remember, when you become spiritually blind, that is the starting point to spiritual death. എപ്പോഴും ഓർക്കുക, ആത്മീകമായി എപ്പോൾ നമ്മൾ അന്ധന്മാരായി മാറുന്നുവോ അത് ആത്മീക മരണത്തിലേക്ക് നയിക്കുന്ന ഒരു കാര്യമാണ്. In other words, if you take the opposite thing, when your spiritual eyes are open, listen to this, when your spiritual eyes are open, there's a time you starting living in the way of life. മാത്രമല്ല, തിരികെ ഒന്ന് ചിന്തിച്ചു നോക്കൂ, എപ്പോഴാണോ നിങ്ങളുടെ ആത്മീക കണ്ണുകൾ തുറക്കപ്പെടുന്നത് അപ്പോൾ ജീവന്റെ പാതയിലേക്ക്, ആത്മീകമായ പാതയിലൂടെ നമ്മൾ ജീവനിലേക്ക് നടക്കാൻ തുടങ്ങും. Blindness leads to death. Sight leads to life. അന്ധത മരണത്തിലേക്ക് നയിക്കുമ്പോൾ കാഴ്ച ജീവനിലേക്ക് നയിക്കുന്നു.
Come on, please respond to the Holy Spirit. Amen. Hallelujah. All kinds of blindfolding, spiritual blindness, I command in Jesus' name to leave people. ഇപ്പോൾ സകലവിധ അന്ധതകളും കണ്ണുകെട്ടിരിക്കുന്ന അവസ്ഥകളും യേശുവിൻ നാമത്തിൽ ജനങ്ങളെ വിട്ട് പോകട്ടെ എന്ന് കൽപ്പിക്കുന്നു. Many a times, first it is with short-sightedness. ഇത് ആദ്യം പലപ്പോഴും ഇത് ആരംഭിക്കുന്നത് ഹ്രസ്വദൃഷ്ടി അതിലായിരിക്കാം. People they don't see far from here. The believers become short-sighted. They see only the things of the earthly realms. They cannot see into the future, into eternity. That's where the sight is becoming dim and dim and dim. Then they may become completely spiritually blind. ഒരു ആത്മീക വ്യക്തിയുടെ ജീവിതത്തിലേക്ക്, ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ അന്ധത ആരംഭിക്കുന്നത് ദൂരെയുള്ള കാഴ്ചകൾ കുറയാൻ തുടങ്ങും. അവന് ദൂരെ കാഴ്ചയില്ലാതെയാകും. നിത്യതയുടെ കാര്യങ്ങൾ, സ്വർഗീയമായ കാര്യങ്ങളുടെ കാഴ്ച നഷ്ടപ്പെടുകയും അടുത്തുള്ളത് മാത്രം കാണുകയും ക്രമേണ അവന്റെ പൂർണ്ണമായ അവൻ അന്ധതയിലേക്ക് കണ്ടുപോകും. Peter says, do not be short-sighted. പത്രോസ് പറയുകയാണ്, നിങ്ങൾ ഹ്രസ്വദൃഷ്ടിയുള്ളവരായി മാറരുത്, Be seers. നിങ്ങൾ ദീർഘദൃഷ്ടിയുള്ളവരായിരിക്കണം. Hallelujah. Hallelujah. You should have sight, insight and foresight. നിങ്ങൾക്ക് കാഴ്ച ഉണ്ടായിരിക്കണം, ഉൾക്കാഴ്ച ഉണ്ടായിരിക്കണം, ദീർഘദൃഷ്ടി ഉണ്ടായിരിക്കണം. 3 sights, just sight, insight and foresight. ഇതാ 3 കാര്യങ്ങൾ: കാഴ്ച ഉണ്ടായിരിക്കണം, ഉൾക്കാഴ്ച ഉണ്ടായിരിക്കണം, ദീർഘമായ കാഴ്ച ഉണ്ടായിരിക്കണം. Jesus said in Matthew chapter 5, 6 and 7, as he was giving that great discourse, the Sermon on the Mount, Jesus said, the eye is the lamp of the body. ഇതാ മലമുകളിലുള്ള പ്രസംഗത്തിൽ യേശു മത്തായി 5, 6, 7 അധ്യായങ്ങൾ കാണാം. കണ്ണ് ഇത് ശരീരത്തിന്റെ വിളക്കാകുന്നു എന്ന് പറഞ്ഞു. If somebody is losing the eyesight, the whole body will be in dark. ഇതാ ഒരാൾക്ക് കാഴ്ചശക്തി നഷ്ടപ്പെട്ടാൽ, കണ്ണിന്റെ ശക്തി നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ മുഴുവൻ ശരീരവും ഇരുട്ടിലാവും. And the one thing that gives you sight is revelation. ഇതാ നിങ്ങൾക്ക് കാഴ്ച നൽകുന്ന ഒരേ ഒരു കാര്യം കർത്താവിന്റെ വെളിപ്പാടാണ്. Hallelujah. ഹല്ലേലൂയ. The Bible, the Holy Bible is God in print. ഇതാ വിശുദ്ധ ബൈബിൾ എന്ന് പറയുന്നത് ദൈവം പ്രിന്റ് ചെയ്യപ്പെട്ടതാണ്. Say it again. വിശുദ്ധ ബൈബിൾ എന്ന് പറയുന്നത് ദൈവം പ്രിന്റ് ചെയ്യപ്പെട്ടതാണ്, അച്ചടിയിലൂടെ വെളിപ്പെട്ടതാണ്. It is God the Father in print. It is God the Son in print, and God the Holy Spirit in printed format. ഇതാ പിതാവാം ദൈവം അച്ചടിയിലൂടെ നമുക്ക് പ്രിന്റ് ചെയ്ത് ലഭിച്ചു. ഇതാ പുത്രനാം ദൈവത്തെ ആ അച്ചടിയിലൂടെ നമുക്ക് ലഭിക്കുകയാണ്. പരിശുദ്ധാത്മാവും ദൈവത്തെ ആ അച്ചടിയിലൂടെ നമുക്ക് ലഭിക്കുകയാണ്. So John the Apostle introduces Jesus as the Word, the Logos. ഇതാ അങ്ങനെ പിതാവാം ദൈവത്തെ അവിടെ പരിചയപ്പെടുത്തുകയാണ്. പുത്രനാം ദൈവത്തെ ലോഗോസ്, വചനമായവൻ. People, many of them did not understand why is he in the beginning verses itself introducing Jesus as the Word. ഇതാ യോഹന്നാൻ അങ്ങനെ പറഞ്ഞപ്പോൾ ആളുകൾക്ക് ആർക്കും മനസ്സിലായില്ല എന്തുകൊണ്ടാണ് പ്രാരംഭത്തിൽ തന്നെ യേശുവിനെ വചനമെന്ന് വെളിപ്പെടുത്തിയത്. All the 39 books, the scripture, the Old Testament scripture in print is now living in the bodily form. ഇതാ പഴയ നിയമത്തിലെ 39 പുസ്തകങ്ങളും അച്ചടി ഭാഷയിൽ എഴുതി വെച്ച കാര്യങ്ങൾ ഇതാ ശരീരത്തിൽ വന്ന് നിൽക്കുകയാണ്. And Jesus said, in the scrolls it is written about me. ഇതാ യേശു എഴുന്നേറ്റ് പറഞ്ഞു, ഇതാ തിരുവെഴുത്തുകളിൽ ചുരുളുകളിൽ എന്നെ കുറിച്ച് എഴുതിയിരിക്കുന്നു. That means I am coming out of the scroll of Genesis, the scroll of Exodus, the scroll of Leviticus, the scroll of Numbers, the scroll of Deuteronomy, all the scrolls up to Malachi. I have now come out of the scrolls. I am the Word, the Logos in the bodily physical form. യേശു പറഞ്ഞതിന്റെ അർത്ഥം ഇതാണ്, ഉൽപ്പത്തിയിൽ ചുരുളുകളിൽ എഴുതിയിരിക്കുന്നതെന്നും ഇതാ ഞാൻ വെളിപ്പെട്ട് വന്നിരിക്കുന്നു. പുറപ്പാട് പുസ്തകത്തിൽ ചുരുളുകൾ എഴുതിയിരിക്കുന്നു, ഇതാ ഞാൻ വെളിപ്പെട്ട് വന്നിരിക്കുന്നു. മലാക്കി പ്രവചനം വരെ എന്തൊക്കെ യേശുവിനെ കുറിച്ച് മഷിയിൽ എഴുതി വെച്ചിരിക്കുന്നു, തിരുവെഴുത്തിനകത്തുണ്ടോ, അതെല്ലാം വെളിപ്പെട്ട് ശരീരത്തിൽ വന്നവനത്രേ യേശു. And Jesus said, you have to eat me, otherwise you will not have any life. യേശു പറഞ്ഞു, നിങ്ങൾ എന്നെ ഭക്ഷിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് നിത്യജീവൻ I ഉണ്ടാവില്ല. am the bread of life. ഞാൻ തന്നെയാണ് ജീവന്റെ അപ്പം.
I have come down from heaven as the bread of life, hot bread of life, fresh bread of life. ഇതാ സ്വർഗത്തിൽ നിന്ന് ജീവനുള്ള ചൂടുള്ള ജീവന്റെ അപ്പമായി ഇറങ്ങി വന്നവനാണ് ഞാൻ. You have to eat me, otherwise you will not have any life. എന്നെ ഭക്ഷിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് ജീവൻ ഉണ്ടാവുകയില്ല. And they took stones to throw at him. ഇത് കേട്ടപ്പോൾ ജനം കല്ലെടുത്ത് യേശുവിനെ എറിയാൻ ഭാവിച്ചു. He is propagating cannibalism. ഇതാ നരഭോജിയാകാൻ ഞങ്ങളെ അവൻ പ്രോത്സാഹിപ്പിക്കുകയാണ്. They did not understand what he said. യേശു പറഞ്ഞത് അവർക്ക് ഗ്രഹിക്കുവാൻ കഴിഞ്ഞില്ല. You have to eat the word every day. അതിന്റെ അർത്ഥം എന്താണ്? വചനമാകുന്ന എന്നെ, വചനം എല്ലാ ദിവസവും നിങ്ങൾ ഭക്ഷിക്കണം. Matthew chapter 4, Jesus said, man does not live by bread alone, but by every word that is proceeding from the mouth of God. ഇതാ മത്തായി സുവിശേഷം 4 പറയുന്നത് പോലെ മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിന്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന ഓരോ വചനം കൊണ്ട് ജീവിക്കുന്നു. It is time for blessing today family, for spiritual giants to rise up. ഇതാ ബ്ലെസ്സിംഗിലൂടെ കുടുംബത്തിൽ നിന്ന് ആത്മീക മല്ലന്മാർ എഴുന്നേൽക്കേണ്ട സമയമായിരിക്കുന്നു. You will never be spiritual babies anymore. You'll be grown-ups in the Lord. നിങ്ങൾ ആരും ആത്മീകമായി ശൈശവാവസ്ഥയിൽ ശിശുക്കളായിരിക്കുകയില്ല, മുതിർന്നവരായിരിക്കും. The Holy Spirit says, I am changing your walk. I am changing your lifestyle. പരിശുദ്ധാത്മ പറയുന്നു, നിങ്ങളുടെ നടത്തം അവൻ മാറ്റുകയാണ്, നിങ്ങളുടെ ജീവിത ശൈലി അവൻ മാറ്റുകയാണ്. You will be different from the people of this world. ഈ ലോകത്തിലെ ആളുകളിൽ നിങ്ങൾ വ്യത്യസ്തനായിരിക്കും. Your connection, you have a hotline to the headquarters in heaven. ഇത് സ്വർഗ്ഗത്തിലെ ഹെഡ്ക്വാർട്ടേഴ്സുമായിട്ട് നിങ്ങൾക്ക് ഹോട്ട്ലൈൻ ബന്ധമായിരിക്കും. I am raising up a breed of winners and victors. ഇതാ ജയാളികളുടെ ഒരു കൂട്ടത്തെ, ഇതാ എപ്പോഴും വിജയിക്കുന്ന ഒരു കൂട്ടത്തെ, ഒരു ഇനത്തെ കർത്താവ് എഴുന്നേൽപ്പിക്കുകയാണ്. I am raising up a generation of winners and victors from this family. ഇതാ ഈ ആത്മിക കുടുംബത്തിൽ നിന്നും ജയവീരന്മാരായവരുടെ ഒരു പുതിയ തലമുറയെ കർത്താവ് എഴുന്നേൽപ്പിക്കുകയാണ്. There is a shift happening tonight. ഇതാ ഇന്ന് രാത്രിയിൽ വലിയൊരു വ്യതിയാനം സംഭവിക്കുന്നു. None of what I spoke was prepared. Everything is coming spontaneously. It is from the Holy Spirit. This is the time. There is a shift happening in your life, in the atmosphere. ഇതാ ഇതുവരെ ഞാൻ പറഞ്ഞ ഒരു കാര്യങ്ങളും ഞാൻ ഒരുങ്ങിവെന്ന് പറഞ്ഞതല്ല, പരിശുദ്ധാത്മാവിൽ നിന്നപ്പോൾ തന്ന കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ നിമിഷം മുതൽ ഈ അന്തരീക്ഷത്തിൽ വലിയൊരു വ്യതിയാനം സംഭവിക്കുകയാണ്. The Holy Spirit is giving you a call. Son of man, come up. Daughter, come up. It is time for you to go up. സ്വർഗ്ഗീയ പിതാവ് നിങ്ങളെ വിളിക്കുകയാണ്. മനുഷ്യപുത്ര, ഇവിടെ കയറി വരിക. പുത്രിയെ, നീ ഇവിടെ കയറി വരിക. How many of you will listen to the beckoning of the Holy Spirit tonight? ഇത് പരിശുദ്ധാത്മാവ് നിങ്ങളെ മാടി വിളിക്കുമ്പോൾ എത്ര പേർ അത് കേൾക്കുന്നുണ്ട്? Many companies, many service providers, they will tell you this is a special offer, this is a seasonal offer. After some time, this privilege will not be there. Something like that. There is a Kairos time I feel in my spirit. This is for you for your spiritual upliftment and exaltation. The Holy Spirit says. ഇത് ദൈവത്തിന്റെ ഒരു കൈറോസ് ടൈമാണ്. ചില കമ്പനികൾ പറയുന്നത് പോലെ ഈ ഓഫർ അല്പകാലത്തേക്ക് മാത്രമേ ഉള്ളൂ, ഇത് ഇന്നൊരു അവസരത്തേക്ക് മാത്രമേ ഉള്ളൂ എന്ന് പറയുന്നത് പോലെ ദൈവത്തിന്റെ കൈറോസ് മൂവ്മെന്റ് ആണിത്. നിങ്ങൾക്ക് ആത്മീകമായ ഒരു സ്ഥാനക്കയറ്റത്തിന് വേണ്ടി, ചില മാറ്റങ്ങൾക്ക് വേണ്ടി കർത്താവ് ഇന്ന് രാത്രിയെ ഒരുക്കിയിരിക്കുകയാണ്. The Holy Spirit says He is changing your rank. പരിശുദ്ധാത്മ പറയുന്നു, നിങ്ങളുടെ റാങ്കിനെ ഇന്ന് കർത്താവ് മാറ്റുകയാണ്. Are you ready? Are you ready? എത്ര പേർ തയ്യാറാ? He is moving you to the next rank. അടുത്ത ഒരു പദവിയിലേക്ക്, റാങ്കിലേക്ക് കർത്താവ് നിങ്ങളെ എടുത്തു വെക്കും. I don't know how many of you really are with me, but the Holy Spirit is taking you to the next level and the next rank. എത്ര പേർ ദേവദാസനോടൊപ്പം ആത്മാവിലുണ്ട്? പരിശുദ്ധാത്മാവ് നിങ്ങളെ അടുത്തൊരു പദവിയിലേക്ക്, റാങ്കിലേക്ക് എടുത്ത് ഷിഫ്റ്റ് ചെയ്യുകയാണ്. If you absorb this revelation, this privilege into your spirit,
The next time you open the Bible, it will be different. ഇതാ ഈ വെളിപ്പാട് ഈ ഒരു കൃപയിൽ നിന്ന് സ്വീകരിച്ചാൽ അടുത്ത തവണ നിങ്ങൾ ബൈബിൾ തുറക്കുമ്പോൾ അതൊരു വ്യത്യസ്ത അനുഭവമായി. Tomorrow morning, when you wake up, you will be in another realm of walking with the Lord. ഇതാ നാളെ രാവിലെ നിങ്ങൾ എഴുന്നേൽക്കുമ്പോൾ നിങ്ങൾ ദൈവത്തോടൊപ്പം നടക്കുന്നതിന്റെ മറ്റൊരു ഉയർന്ന തലമായിരിക്കും. Those who are in the spirit will understand what I'm saying. ആത്മാവിൽ ഉള്ളവർക്ക്, തലത്തിലുള്ളവർക്ക് മനസ്സിലാകും ഞാൻ പറയുന്നത് എന്താണ്. For the last few months, the Holy Spirit is talking about upgrades. കഴിഞ്ഞ ചില മാസങ്ങളെ പരിശുദ്ധാത്മാവ് സ്ഥാനക്കയറ്റത്തെ കുറിച്ച്, അപ്ഗ്രേഡിനെ കുറിച്ച് പറയുകയാണ്. I believe these days really it is taking place. ശരിക്കും അത് അക്ഷരീകമായി ഈ ദിവസങ്ങളിൽ അത് സംഭവിക്കാൻ പോവുകയാണ്. One humble request, do not miss it. ഒരൊറ്റ വിനീതമായ ഒരേ ഒരു അപേക്ഷയുള്ളൂ, നിങ്ങൾ ആരും അതിനെ പാഴാക്കി കളയരുത്. Don't miss it. അത് നഷ്ടമാക്കി കളയരുത്. This is a Kairos moment. ഇത് ദൈവത്തിന്റെ നിശ്ചയിക്കപ്പെട്ട കൈറോസ് മൊമെന്റ്. If you miss it, you miss it forever. നിങ്ങൾക്ക് ഈ ഒരു അവസരം നഷ്ടമായാൽ എന്നേക്കുമായി നഷ്ടമാകും. Come on, lift your hands and speak in tongues and get connected. കരങ്ങൾ ഉയർത്തി എന്റെ ഭാഷയിൽ സംസാരിച്ച് ഹോളി സ്പിരിറ്റുമായി ലിങ്ക് ചെയ്തിരിക്കുക, കണക്ട് ചെയ്തിരിക്കുക. The Holy Spirit is taking you to a higher level. പരിശുദ്ധാത്മ ഉയർന്ന ഒരു തലത്തിലേക്ക് നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകും. Come on, come on, come on. Go with Him. Climb heights with the Holy Spirit, Son of Man. Come up here. പരിശുദ്ധാത്മാവോടൊപ്പം ആ ചുവടുകൾ കയറി, പടികൾ കയറി മുകളിലേക്ക് ചുവടുകൾ വെച്ച് കയറി ചെല്ലുക. മനുഷ്യപുത്ര കയറി വേഗം. Pray. Do not waste any moment. ഒരു നിമിഷം പോലും പാഴാക്കി കളയരുത്. എല്ലാവരും പ്രാർത്ഥിക്കാൻ ആരംഭിച്ചു. Can you forget your diseases, your griefs, your sorrows? Can you forget your needs and wants? Can you forget all the earthly affairs? Just think about the Spirit. Just think about God and the kingdom. മറ്റെല്ലാം നമ്മൾ മറന്നുകൊണ്ട് ഈ ഭൂമിയിലെ നമ്മുടെ എത്ര പ്രാർത്ഥന വിഷയങ്ങളുണ്ടെങ്കിലും, നമ്മുടെ ആദ്യപ്പെടുത്തുന്ന കാര്യങ്ങളുണ്ടെങ്കിലും, ഈ ഭൂമിയിലെല്ലാം നമ്മുടെ എല്ലാ പ്രാർത്ഥന വിഷയങ്ങളും ചിന്താകുലങ്ങളും അതെല്ലാം മറന്ന് കർത്താവിലേക്ക് നോക്കുക, ആ പരിശുദ്ധാത്മാവിലേക്ക് നോക്കുക, അവന്റെ രാജ്യത്തിലേക്ക് ഒന്ന് ഫോക്കസ് ചെയ്യുക. Your spirit man is absolutely free because it is created in the image of Christ. നിങ്ങളുടെ ആത്മമനുഷ്യൻ അവൻ തികച്ചും സ്വാതന്ത്ര്യമുള്ളവനാണ്. Yes. കാരണം ദൈവത്തിന്റെ സ്വന്തം സ്വരൂപത്തിലും സാദൃശ്യത്തിലുമാണ് അവൻ സൃഷ്ടിക്കപ്പെട്ടത്. Come on everybody. Shal baraka talabashata.
ചില നിമിഷങ്ങൾ വായ് തുറന്ന് ഫ്രീ 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 ഫ്രീ. ആത്മമനുഷ്യൻ എഴുന്നേൽക്കട്ടെ, അകത്തുള്ള ആത്മമനുഷ്യൻ എഴുന്നേൽക്കട്ടെ, ജഡം കീഴ്പ്പെടട്ടെ. വേണ്ടതെല്ലാം ആത്മാവിനകത്തേക്ക് കർത്താവ് ഇട്ടിട്ടുണ്ട്. ആത്മാവ് ജഡത്തിന് അടിമപ്പെടുമ്പോൾ ഈ ലോക മനുഷ്യരെ പോലെ ജീവിക്കും. എന്നാൽ അകത്ത് ആത്മമനുഷ്യൻ എഴുന്നേറ്റ് സകലത്തെ കീഴ്പ്പെടുത്തട്ടെ. കമോ, ജയാളികളെക്കാൾ ജയാളി ഇരിക്കുന്നത് ആത്മാവിലാണ്, മനസ്സിലല്ല, ജഡത്തിലല്ല. ആത്മമനുഷ്യനകത്തെ മനുഷ്യൻ എഴുന്നേൽക്കട്ടെ. ആത്മമനുഷ്യനിൽ പ്രവചന ദൂതുകളുണ്ട്, ആത്മമനുഷ്യനിൽ വെളിപ്പാടുണ്ട്, ആത്മമനുഷ്യനിൽ ആത്മീയ മന്നയുണ്ട്, ആത്മമനുഷ്യനിൽ കൃപാവരങ്ങളുണ്ട്, ആത്മമനുഷ്യനിൽ ആത്മാവിന്റെ ഫലമുണ്ട്. ആത്മമനുഷ്യന് നിനക്കുള്ളതെല്ലാം സ്വർഗത്തിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അത് എഴുന്നേൽക്കട്ടെ, ആത്മമനുഷ്യൻ എഴുന്നേൽക്കട്ടെ. ഇതുവരെ ചെയ്തിട്ടില്ലാത്ത ചില ശുശ്രൂഷകൾ ഞാൻ നിന്നെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ പോകുക. എഴുന്നേറ്റ് തിന്നുക. Your spiritual nourishment is coming directly from heaven. നിങ്ങളുടെ ആത്മിക പരിപോഷണം സ്വർഗ്ഗത്തിൽ നിന്ന് നേരിട്ട് വരുന്നു. Angels are your suppliers. Angels നിങ്ങൾക്ക് കൊണ്ടുവന്നിരിക്കുകയാണ്. They will serve you. They will serve quality, nourishing food. ഏറ്റവും സ്വാദിഷ്ടമായ ആരോഗ്യദായകമായ ഭക്ഷണം ദൂതന്മാർ നിങ്ങൾക്ക് എത്തിക്കുകയാണ്. Rabba Sakalia Rabba Kashantala Ramasada Libra Hasarakana Karaba Shantala Rabba Hallelujah. Hallelujah. All children look at me. Children look at me. എല്ലാ കുഞ്ഞുങ്ങളും നോക്കിയാ.
prayer hall is not a place to play. നമ്മുടെ പ്രേയർ ഹോൾ കളിക്കുവാനുള്ള ഒരു സ്ഥലമല്ല. Children, look at me. Okay. Prayer hall is not a place to play. ഈ ആരാധനാലയം എന്നത് കളിക്കുവാനുള്ള ഒരു ഇടമല്ല. Children, look at me. Prayer hall is not a place to play. കുഞ്ഞുങ്ങളെ നോക്കിയാലും ഈ പ്രേയർ ഹോൾ കളിക്കുവാനുള്ള ഒരു സ്ഥലമല്ല. Whenever you come here, you pray, sit silently, obediently in a chair. Don't play around, don't run around. നിങ്ങൾ എപ്പോഴൊക്കെ പ്രാർത്ഥനയ്ക്ക് വേണ്ടി വരുന്നുവോ നിങ്ങൾ ഓടി നടന്ന് കളിക്കുകയല്ല ചെയ്യേണ്ടത്. നിങ്ങൾ അടുക്കൽ ചെയറിൽ വന്ന് ഇരുന്ന് പ്രേയറിൽ സംബന്ധിക്കണം. Parents, listen to me. മാതാപിതാക്കൾ ശ്രദ്ധിക്കുക. The Bible says, train up a child when that child is still a baby or a small kid. ഇതാ ഒരു കുഞ്ഞ് വളരെ ശിശുവായിരിക്കുമ്പോൾ തന്നെ കുഞ്ഞിനെ പരിശീലിപ്പിക്കണം. When that child is grown, you can never train that child. ആ കുഞ്ഞ് വളർന്നു കഴിഞ്ഞാൽ ഒരിക്കലും നമുക്ക് പരിശീലിപ്പിക്കാൻ Never means never. ഒരിക്കലും എന്ന് പറഞ്ഞാൽ ഒരിക്കലും. In all the services from today, this is our policy, this is our culture. All children should sit decently, obediently, and in a godly way. ഇതാ നമ്മുടെ എല്ലാ സർവീസിലും നമ്മുടെ സംസ്കാരം ഇതാണ്. എല്ലാ കുഞ്ഞുങ്ങളും വളരെ അനുസരണത്തോടെ വളരെ ഡീസന്റ് ആയിട്ട് നിങ്ങൾ മാതാപിതാക്കളുടെ അടുത്ത് തന്നെ ഇരിക്കണം. Sit with your parents obediently, or sit where if a place is assigned for you. ഒന്നില്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി ഒരു സ്ഥലം കസേരകൾ ഇട്ടിട്ടുണ്ടെങ്കിൽ ആ സ്ഥലത്ത് വന്നിരിക്കണം. അല്ലെങ്കിൽ നിങ്ങളുടെ അപ്പന്റെയോ അമ്മയുടെയോ അടുക്കൽ നിങ്ങൾ ഇരിക്കണം. Even in your homes, during the family prayer or personal time, parents should train the children how to sit in a prayer meeting. ഇതാ നിങ്ങളുടെ വീടിനകത്ത് നിങ്ങളുടെ കുടുംബ പ്രാർത്ഥനയുടെ അകത്തും കുഞ്ഞുങ്ങളെ നിങ്ങളുടെ വീടിനകത്ത് നിങ്ങൾ പരിശീലിപ്പിക്കണം എങ്ങനെയാണ് ഒരു പ്രാർത്ഥനാ മീറ്റിംഗിൽ നിങ്ങൾ കുഞ്ഞുങ്ങൾ ഇരിക്കേണ്ടത്. If you don't train them, who will train them? നിങ്ങൾ അവരെ പരിശീലിപ്പിച്ചെങ്കിൽ ആര് പരിശീലിപ്പിക്കും? No, pastor, we scolded, we punished and did everything, but still no. When that child is sleeping, pray over. The character will change. ഇല്ല പാസ്റ്ററെ, ഞങ്ങൾ ഒത്തിരി പറഞ്ഞു നോക്കി, വഴക്ക് പറഞ്ഞു നോക്കി, ശകാരിച്ചു, മാറ്റമില്ല. പക്ഷെ കുഞ്ഞു ഉറങ്ങുമ്പോൾ കരങ്ങളെ വെച്ച് നിങ്ങൾ പ്രാർത്ഥിക്കണം. I said it is possible. ഞാൻ പറയുന്നു അത് സാധ്യമാണ്. It is possible. അത് സാധ്യമാണ്. It is possible. അത് സാധ്യമാണ്. When we have that heart, it is possible. നമുക്ക് ആ ഹൃദയം ഉണ്ടാകുമ്പോൾ അത് സാധ്യമാണ്. With the help of the Holy Spirit and with the help of the rod of the word, it is possible. ഇതാ പരിശുദ്ധാത്മാവിന്റെ സഹായത്താൽ ദൈവവചനം എന്ന ആ വടി കൊണ്ടും അത് സാധ്യമാണ്. Praying time is praying time, and playing time is playing time. We should make them understand the distinction. ഇതാ പ്രാർത്ഥനയുടെ സമയം പ്രാർത്ഥനയ്ക്കുള്ള സമയമാണ്, കളിക്കുവാനുള്ള സമയം കളിക്കാനുള്ള സമയമാണ്. ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം നമുക്ക് വ്യക്തമായി കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും. Hallelujah. ഹല്ലേലൂയ. So pastor, next Sunday onwards we are not bringing our children to the church so that we can pray. പാസ്റ്റർ, അതുകൊണ്ട് അടുത്ത മീറ്റിംഗോട്ട് ഞങ്ങൾ കുഞ്ഞുങ്ങളെ കൊണ്ടുവരുന്നില്ല, ഞങ്ങൾക്കൊന്ന് സ്വസ്ഥമായിട്ടിരുന്ന് പ്രാർത്ഥിക്കാം. Okay, you can put your children there. What will happen is the TV will train them. നിങ്ങൾ വീട്ടിൽ കുഞ്ഞുങ്ങളെ ആക്കിയിട്ട് വരാം. എന്ത് സംഭവിക്കുമെന്ന് അറിയാമോ? വീട്ടിലെ TV അവരെ പരിശീലിപ്പിക്കും. And the devil will be their trainer. മാത്രമല്ല സാത്താനായിരിക്കും അവരുടെ പരിശീലനം. In the beginning it may be a little tricky, a little difficult, but it will happen. As a pastor, minister of the Spirit, I say, if all of us focus and pray, it is possible. ഇതാ ആ തുടക്കത്തിൽ നിങ്ങൾക്ക് ഇത് ബുദ്ധിമുട്ടാണെന്ന് തോന്നാം. എന്നാൽ ഒരു ദേവദാസൻ എന്ന നിലയിൽ ആത്മാവിൽ ഞാൻ പറയുന്നു, ഇത് സാധ്യമാണ്, അത് സാധ്യമാണ്. All our children, they will never be lost. നമ്മുടെ എല്ലാ കുഞ്ഞുങ്ങളും ഒരാൾ പോലും നശിച്ചു പോവുകയില്ല. And it is mandatory that all the children, the full family, should present themselves in the presence of God. മാത്രമല്ല മുഴു കുടുംബവും കുഞ്ഞുങ്ങൾ ഉൾപ്പെടെ മുഴു കുടുംബവും ദൈവസന്നിധിയിൽ ഹാജരായിരിക്കണം. There was a parenting training and the trainer came, George Ebenezer. He said, in one family, one husband said, I am hardware, my wife is software, and our children are nowhere.
ഇത് കഴിഞ്ഞത് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ജോർജ് എബനേസി സാർ ഇവിടെ പാരന്റിങ്ങിന്റെ മാതാപിതാക്കൾ ക്ലാസ് എടുത്തപ്പോൾ പറഞ്ഞു, ഞാനൊരു ഹസ്ബൻഡ് പറഞ്ഞു, ഞാനൊരു ഹാർഡ്വെയർ ആണ്, വൈഫ് സോഫ്റ്റ്വെയർ ആണ്, കുഞ്ഞുങ്ങൾ എവിടെയോ ആണ്. This should not happen. ഇത് നമ്മുടെ ഇടയിൽ സംഭവിക്കില്ല. Families are important to God. കുടുംബങ്ങൾ ദൈവത്തിന് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. If you don't present your children in the hands of God, they will be handled by the devil. നിങ്ങൾ ദൈവസന്നിധിയിൽ ദൈവകരങ്ങളിലേക്ക് നിങ്ങളുടെ കുഞ്ഞുങ്ങളെ കൊടുത്തില്ലെങ്കിൽ പിശാച് അവരെ കൈകാര്യം ചെയ്യും. Tomorrow you will be beating your breast and crying. നിങ്ങൾ നാളെ നെഞ്ചത്തടിച്ച് കരയേണ്ടി വരും. This is why when Jesus was alive, so many parents were coming, not for healing, not for anything. One touch from Jesus upon my kid. ഇതാ യേശു ഭൂമിയിലായിരുന്നപ്പോൾ ഒത്തിരി മാതാപിതാക്കൾ കുഞ്ഞുങ്ങളെ യേശുവിന്റെ അടുക്കലേക്ക് കൊണ്ടുവന്നു. സൗഖ്യമാക്കാനല്ല, അതാ യേശുവിന് ഒരു സ്പർശനം കിട്ടിയാൽ മതി. And the volunteers prevented them. വോളണ്ടിയേഴ്സ് അവരെ തടുത്തു. Jesus rebuked them. യേശു വോളണ്ടിയേഴ്സിനെ ശാസിച്ചു. Jesus took the babies, the toddlers and all the kids in his hands. ഇതാ കുഞ്ഞുങ്ങളെ ശിശുക്കളെ എല്ലാം യേശു കയ്യിലെടുത്തു. And I believe all the children Jesus touched had a great future. ഞാൻ വിശ്വസിക്കുന്നു യേശു കൈവെച്ച അനുഗ്രഹിച്ച എല്ലാ കുഞ്ഞുങ്ങൾക്കും വലിയൊരു ഭാവിയുണ്ട്. Parents, never allow your children to sit at home. മാതാപിതാക്കളെ, നിങ്ങളുടെ കുഞ്ഞുങ്ങൾ വീട്ടിലിരിക്കുവാൻ നിങ്ങൾ അനുവദിക്കരുത്. When a meeting is going on in the church, they should be there in the church. ഇതൊരു മീറ്റിംഗ് നടക്കുന്ന സമയത്ത് അവർ ചർച്ചിനകത്തുണ്ടായിരുന്നു. And in the church, they should understand or know how to honor God. ഇത് സഭയുടെ അകത്ത് എങ്ങനെയാണ് ദൈവത്തെ മാനിക്കേണ്ടതെന്ന് അവർ അറിഞ്ഞിരിക്കണം. If they are playing around, Jesus is not going to kill them. അവരിങ്ങനെ ഓടിക്കളിച്ച് നടന്നാൽ കർത്താവ് അവരെ കൊല്ലുന്നു. We are not going to punish them. ഞങ്ങൾ അവരെ But this is for their future. ഇത് അവരുടെ നല്ല ഭാവിക്ക് വേണ്ടിയാകും. If we don't discipline them now, they will never be disciplined. അവരെ ഇപ്പോൾ നമ്മൾ ശിക്ഷണത്തിൽ കൊണ്ടുവന്നില്ലെങ്കിൽ പിന്നീട് ഒരിക്കലും അത് സാധ്യമല്ല. Can somebody say an amen to that? എത്ര പേര് ചേർന്ന് ഒരു ആമേൻ പറയും? All these children standing here, they all will have a great future, I say. ഇവിടെ നിൽക്കുന്ന എല്ലാ കുഞ്ഞുങ്ങൾക്കും വലിയൊരു ഭാവിയാണുള്ളത്. Because they are standing in the presence of Jesus. യേശുവിന്റെ മുൻപിലാണ് അവർ വന്നിരിക്കുന്നത്. He is the giver of life and he is the giver of future and destiny. ഇത് അവൻ ജീവൻ തന്നെങ്കിൽ ഏറ്റവും നല്ലൊരു ഭാവിയും അവർക്ക് ഏറ്റവും നല്ലൊരു ഉയർന്നൊരു സ്ഥാനവും നൽകാൻ. Never allow them to be distracted from the presence of God. ദൈവ സാന്നിധ്യത്തിൽ നിന്ന് അകന്നു പോകുവാൻ അവർ ഒരിക്കലും അനുവദിക്കില്ല. And if you have children, let them be enrolled in Wonder Kids. നിങ്ങൾക്ക് കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വണ്ടർ കിഡ്സിൽ അവരുടെ പേര് നിങ്ങൾ ചേർക്കണം. And if they are growing in that system, they have a software installed, a word system installed, and they will never leave that path. ഇതാ അവർ ആ സിസ്റ്റത്തിന്റെ അകത്ത്, സൺഡേ സ്കൂൾ സിസ്റ്റത്തിനകത്ത് കിടക്കുമ്പോൾ ഈ ലോകത്തിന്റെ സിസ്റ്റം അല്ല, വചനത്തിന്റെ സിസ്റ്റം അവരിൽ ഇൻസ്റ്റാൾ ആവുകയും ആ വഴിവിട്ട് അവർ വ്യതിചലിക്കുകയില്ല. Hallelujah. Hallelujah. I request the parents also to come and stand with them. മാതാപിതാക്കൾ കൂടെ മുൻപിലേക്കൊന്ന് അവരോടൊപ്പം ഒന്ന് ചേർന്ന് നിൽക്കാമോ? ഇവരുടെ ഈ പിള്ളേരുടെ മാതാപിതാക്കൾ വരണം. അവർ ഒരുമിച്ചാണെങ്കിൽ ഒരുമിച്ച് നിർത്തുക, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നീക്കണമെങ്കിൽ നീക്കിക്കോ. ഫാദർ, മദർ, ചിൽഡ്രൻ ഒരുമിച്ച് നിൽക്കുക, കൈവച്ച് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുക. ഒന്നോ രണ്ടോ മൂന്നോ പിള്ളേരെ പെറുക്കിയെടുക്കുക, നിങ്ങളുടെ അടുത്ത് നിർത്തുക. ഇന്നെന്തോ പിള്ളേർക്ക് വേണ്ടി കർത്താവ് എന്തോ വലിയ കാര്യം ചെയ്യാം. I believe something amazing is going to happen in our generations. നമ്മുടെ തലമുറകളിൽ വലിയ കാര്യങ്ങൾ കർത്താവ് ചെയ്യാൻ. സ്വന്തം പിള്ളേരെ അടുത്ത് നിർത്തുക, അപ്പനും അമ്മയും അടുത്ത് നിൽക്കുക. പിടിച്ചോ. Hallelujah. സ്വന്തം പിള്ളേരെല്ലാം പിടിച്ചു. അപ്പനും അമ്മയും ഉണ്ടെങ്കിൽ രണ്ടുപേരും ഒരുമിച്ച് നിന്നോ. നിങ്ങൾ തന്നെ ഒന്ന് കണ്ടേ, ഈ നിങ്ങളിൽ നിന്നും പിറന്ന ജനിച്ച ഈ കുഞ്ഞുങ്ങൾ ഭാവിയിൽ ജീസസ് സ്റ്റാർസ് ആയിട്ട് തിളങ്ങുന്നു എന്ന് കണ്ടേ. കർത്താവിൻ്റെ നക്ഷത്രങ്ങളാക്കി ഇവരെ ഈ കുഞ്ഞുങ്ങളെ കർത്താവ് മാറ്റാൻ പോകും. ഇങ്ങനെ ഒന്ന് ചിന്തിക്കുക. അതായത് നാളുകളിൽ ഇവർ വളർന്ന് ബോർഡിങ്ങിലേക്ക് പോയി, വേറൊരു രാജ്യത്തേക്ക് പോയി, ഒരു
ജീരകമണി പോലും ഭയപ്പെടാതെ ഒരു സ്ഥലത്തോട്ട് പറഞ്ഞു വിടാവുന്ന പരുവത്തിൽ ഇവരുടെ ക്യാരക്ടർ ഉണ്ടെങ്കിൽ എത്ര സമാധാനമാണ്. ഇല്ലെങ്കിൽ ഇവിടെ ഇങ്ങനെ പെരുമ്പറ കൊട്ടിക്കൊണ്ടിരിക്കും, എന്താ ഇപ്പം നടക്കുന്നത്, എവിടെയാണ്, മനസ്സിലാവുന്നുണ്ടോ? അതുപോലെ ദൈവവചനം ഇവരുടെ അകത്ത് ഇൻറ്റഗ്രേറ്റഡ് ആയിട്ട് വളരണം. ദൈവവചനത്തിൻ്റെ സ്ട്രിക്റ്റ് ഡിസിപ്ലിനിൽ ഈ കുഞ്ഞുങ്ങൾ വളർന്നാൽ മാതാപിതാക്കളെ വിശ്വസിച്ച് എവിടെ വേണേലും അയക്കാൻ എടുക്കുവാൻ അങ്ങയുടെ പ്രത്യേകമായ അഭിഷേകത്തെ ഞങ്ങളുടെ മേൽ അങ്ങ് പകരണമേ എന്ന് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുകയാണ് കർത്താവേ. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ ഞങ്ങളിപ്പോൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ കർത്താവേ, ഞങ്ങളുടെ കുടുംബത്തിനൊരു അനുഗ്രഹമാണ്. ജനം ചേർന്ന് ആമേൻ പറയാൻ തുടങ്ങിയാലും ഞങ്ങളുടെ സഭയ്ക്ക് ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ ഒരു അനുഗ്രഹമാണ്.
ഞാൻ വെച്ചിട്ട് നടക്കാൻ പോവുക. മുടങ്ങിക്കിടക്കുന്ന ചില ആഘോഷങ്ങൾ അടുത്ത് വരെ വന്നിട്ട് കൈവിട്ടു പോയി. അങ്ങനെയുള്ള സിറ്റുവേഷൻസ് എല്ലാം കർത്താവ് മാറ്റി ജനങ്ങൾക്ക് സന്തോഷം നൽകുന്ന, ഉത്സവ വസ്ത്രം ഉടുപ്പിക്കുന്ന ചില സീസണുകളിലേക്ക് പരിശുദ്ധാത്മാവ് സഭയെ കൊണ്ടുപോവുകയാണ്. എത്ര പേർ കൈകൾ അടിച്ചത് സ്വാഗതം ചെയ്യും? സ്വന്തം കുടുംബത്തിലേക്ക് സ്വാഗതം ചെയ്യും. വർഷങ്ങൾക്ക് മുമ്പ് ഒരു ദൈവദാസന്റെ വീട്ടിൽ വേറെ കുറെ ദൈവദാസന്മാരെ വിളിച്ചൊരു പ്രാർത്ഥന നടക്കുകയാണ്. ഞാനും പോയി. അപ്പം ഞാൻ ആ നടത്തിയ പാസ്റ്ററോട് ചോദിച്ചു, എന്താണ് പിള്ളേരൊന്നും സ്കൂളിൽ പോയില്ലല്ലോ? എന്നോട് പറഞ്ഞ മറുപടി, വിദ്യാഭ്യാസത്തെക്കാൾ വലുതാണ് യേശുവെന്ന് പിള്ളേർ മനസ്സിലാക്കണം. മറ്റേ പിള്ളേർ ആരെ സ്കൂളിൽ വിട്ടിട്ടില്ല, കാരണം ദൈവദാസന്മാർ വീട്ടിൽ വരിക. അന്ന് എനിക്കൊരു കാര്യം മനസ്സിലായി. നമ്മുടെ കുഞ്ഞുങ്ങളെല്ലാം മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്, എൻട്രൻസ് കോച്ചിങ്ങിനേക്കാൾ, കരാട്ടെ ക്ലാസ്സിനേക്കാൾ, കുങ്ഫു ക്ലാസ്സിനേക്കാൾ, നീറ്റിന് വേണ്ടിയൊക്കെ പഠിക്കുന്നതിനേക്കാൾ ഞായറാഴ്ച സ്കിപ്പ് ചെയ്ത് ആരാധനയില്ലാതെ ജഡീകന്മാരായി അവസാനം നിരീശ്വരവാദവുമായി ഡിഗ്രിയുമായി തിരിച്ചു വരും. അതിനേക്കാൾ നല്ലതല്ലേ കർത്താവിൻ്റെ കൃപയിലോട്ടൊന്ന് ഏൽപ്പിച്ച്. ഈ മോശയുടെ അപ്പനും അമ്മയും ചെയ്തൊരു പരിപാടി നമ്മളാണ് ചെയ്യുക. ഞാങ്ങണപ്പേടകത്തിലാക്കി എവിടേക്കെന്നില്ലാതെ നൈൽ നദിയിൽ ഒഴുക്കിവിടുക. 8 രാജ്യങ്ങളിൽ പോകുന്ന നദിയാണ് നൈൽ നദി. ഇത് എവിടെ ചെന്ന് ചേരും? പക്ഷെ ഒരു വിശ്വാസം ഉണ്ടായിരുന്നു, ഞങ്ങൾ നൈൽ നദിയിലേക്കല്ല എറിയുന്നത്,
തന്നവന്റെ കയ്യിലേക്കാണ് കൊടുക്കുന്നത്. അവനെ പിന്നെ കാണുന്നത് എവിടെയാ? കൊട്ടാരത്തിൽ. പ്രമോഷൻ comes from the Lord. ദൈവത്തിന്റെ കുഞ്ഞുങ്ങളുടെ ഉയർച്ച വരുന്നത് റാങ്ക് കൊണ്ടല്ല, ദൈവത്തിന്റെ കയ്യിൽ നിന്ന്. ഞാനൊരു കാര്യം ഉറപ്പുറ, അങ്ങനെ കുഞ്ഞുങ്ങളെ ഭക്തിയിൽ വളർത്തുന്നവർ ഓർക്കണം, അവരെ ബൈപ്പാസ് ചെയ്ത് ഉന്നതങ്ങളിൽ ദൈവത്തിന്റെ കുഞ്ഞുങ്ങൾ എത്തിച്ചേരും. അവർക്ക് ലഭിക്കുന്നത് പ്രമോഷൻ അല്ല, ഡബിൾ പ്രമോഷനും ട്രിപ്പിൾ പ്രമോഷനുമായി. ജാതികളുടെ മധ്യത്തിൽ നിന്റെ കുഞ്ഞുങ്ങളെ തിരിച്ചറിയും. യെശയ്യാവ് പ്രവചിച്ചു വെച്ചല്ലോ. ഹല്ലേലൂയ. ഇന്ന് പരിശുദ്ധാത്മാവ് ശക്തമായി കുടുംബങ്ങളിൽ ചില കറക്റ്റീവ് മെഷേഴ്സ് എടുത്തുകൊണ്ടിരിക്കുക. എല്ലാവരോടും ഞാൻ പറയുക, എല്ലാ മാതാപിതാക്കളോടും എന്റെ ചങ്കിന്ന് പറയുക, യേശുവിനേക്കാൾ കൂടുതൽ ഇമ്പോർട്ടൻസ് വിദ്യാഭ്യാസത്തിന് കൊടുക്കരുത്. കാരണം യഹോവ ഭക്തി പൂരിപ്പിക്കുക. എല്ലാരും പറഞ്ഞില്ല യഹോവ ഭക്തി. ആഹാ, ആരാധന മുടക്കി ഒരു കുഞ്ഞുങ്ങളെ വീട്ടിലിരുത്തി പഠിപ്പിക്കരുത്, കോച്ചിങ്ങിന് വിടരുത്. എന്റെ ഉപദേശം എന്നെ കല്ലെറിയരുത്. എറിഞ്ഞെറിഞ്ഞോ, അങ്ങനെ രക്തസാക്ഷിയെ മരിക്കാനും ഞാൻ തയ്യാറാണ്. പക്ഷെ കുഞ്ഞുങ്ങൾക്കൊരു ഭാവി ഉണ്ടാകണമെങ്കിൽ വചനാടിസ്ഥാനത്തിൽ കുഞ്ഞുങ്ങളെ വളർത്തണം. അറിയാത്ത ജാതികൾക്ക് വിട്ടുകളഞ്ഞേക്ക്, അത് വേറെ കേസാണ്. നീ ദൈവത്തെ അറിഞ്ഞെങ്കിൽ ഇനി ദൈവിക പാതയിൽ നടക്കാനേ വഴിയുള്ളൂ. ബൈബിൾ പറയുന്നു, ജാതികളുടെ വഴി നീ പഠിക്കരുത്. ലോക മനുഷ്യർ പോകുന്നത് പോലെ, ഞാൻ വീണ്ടും പറയുന്നു, കോമ്പറ്റീറ്റീവ് എക്സാമിലല്ല നിന്റെ കുഞ്ഞിന്റെ ഭാവി, മത്സര പരീക്ഷകളിലല്ല. നിന്റെ കുഞ്ഞിന്റെ ഭാവി യേശുവിന്റെ കയ്യിലാണ്. കൈകളൊന്ന് ഉയർത്തി ഒരിക്കൽ കൂടെ ഒന്ന് സമർപ്പിച്ച് പ്രാർത്ഥിച്ചു. എവിടേക്കോ ആരോടൊക്കെയോ കർത്താവ് അതിശക്തമായി സംസാരിക്കുന്നത് പോലെ എനിക്ക് തോന്നുന്നു. ഓൺലൈൻ കാണുന്നവരോടും കർത്താവ് സംസാരിക്കുന്നുണ്ട്. വല്ലാത്ത വക്രതയും കോട്ടവുമുള്ള വല്ലാത്തൊരു തലമുറയിലാണ് നമ്മൾ ജീവിക്കുന്നത്. കുഞ്ഞുങ്ങൾക്ക് മെയിലോ ഫീമെയിലോ പോലും അറിയാത്ത ഐഡന്റിറ്റി പോലും മിസ് ചെയ്യുന്ന ഒരു കരിക്കുലത്തിലേക്കാണ് പൊക്കൊണ്ടിരിക്കുന്നത്. വചനത്തിന്റെ ശക്തിയേറിയ അടിസ്ഥാനമില്ലെങ്കിൽ കുഞ്ഞുങ്ങൾ തെറ്റിപ്പോകും. ഇവിടെ മാതാപിതാക്കന്മാർക്ക് വലിയൊരു ഉത്തരവാദിത്തമുണ്ട്. അടുത്ത തലമുറ നശിക്കരുത്. തലയിലോട്ട് കൈയെടുത്ത് വെക്കുക, അവരവരുടെ തലയിലോട്ട്. കർത്താവേ, ഞങ്ങൾ ദൈവിക വഴികൾക്കും വചനത്തിലും കീഴ്പ്പെടുകയാണ്. ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ ഞങ്ങളെക്കാൾ അഭിഷിക്തരായി വിശുദ്ധരായി ജീവിക്കണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ആമേൻ. ഒരു കാര്യം കൂടി ചോദിക്കാൻ ആഗ്രഹിക്കുന്നു. പരിശുദ്ധാത്മാവ് തുടങ്ങി ശക്തമായി സംസാരിച്ചു കൊണ്ടിരുന്നത് ആത്മമനുഷ്യൻ, അകത്തുള്ള ആത്മമനുഷ്യൻ ശക്തിയേറിയ, ഞാൻ എപ്പോഴും പറയാറുള്ള ഒരു കാര്യമാണ്. സ്മിത്ത് വിഗിൾസ്വർത്ത് പറഞ്ഞു, നിങ്ങൾ പുറത്ത് കാണുന്ന സ്മിത്ത് വിഗിൾസ്വർത്തിനേക്കാൾ 1000 മടങ്ങ് ശക്തനാണ് അകത്തിരിക്കുന്ന സ്മിത്ത് വിഗിൾസ്വർത്ത് എന്ന് പറഞ്ഞ ആത്മാവിൽ, ഇന്നർ മാനിൽ 1000 മടങ്ങ് ശക്തനാണ്. അതുപോലെയൊക്കെ ആയിത്തീരാൻ കൊതിയുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കൈ ഉയർത്തി അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുക. പുറത്തെ മനുഷ്യൻ ക്ഷയിച്ചേക്കാം, പക്ഷെ അകത്തെ മനുഷ്യൻ നാൾതോറും പുതുക്കം പ്രാപിച്ച് ശക്തി പ്രാപിച്ചു വരുന്ന ആത്മീയ മല്ലന്മാരുടെ ഒരു തലമുറ പരിശുദ്ധാത്മാവ് അവിടെ എഴുന്നേൽപ്പിക്കാൻ പോകുക. കൈയുയർത്തിക്കോ, കൈയുയർത്തിക്കോ, കൈയുയർത്തിക്കോ. ഈ ലോകത്തിൽ ഒന്നും കിട്ടിയില്ലേലും, റാങ്ക് കിട്ടിയില്ലേലും, മെഡൽ കിട്ടിയില്ലേലും, പത്രത്തിൽ പേര് വന്നില്ലേലും, സൊസൈറ്റിയിലും ചില ക്ലബുകളിൽ ഒന്നും കാണപ്പെട്ടില്ലേലും, എന്റെ കർത്താവേ, ദൈവരാജ്യത്തിൽ ക്രിസ്തുവിൽ പ്രസിദ്ധനായി, ക്രിസ്തുവിൽ പ്രസിദ്ധിയായി മാറാൻ, ഒരാത്മീയ മല്ലനായി, സ്പിരിച്വൽ ജയന്റായി ജീവിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് പറയുന്ന കൈകൾ ഉയർത്തിക്കോ. കർത്താവേ, അങ്ങയുടെ നാമത്തിൽ ഇപ്പോൾ ബ്ലസ് ചെയ്യുക. യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ അവരെ ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കും.